ഡ്രാഗൺ ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു റെസിപ്പിയാണത്. വളരെ ടേസ്റ്റോടു കൂടിയും അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ചിക്കൻ എല്ലില്ലാത്ത പീസ് നോക്കിയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതേപോലെ നല്ല തിന്നായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, നല്ല പൊടിയായിട്ടുള്ളത് തന്നെ എടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നല്ല പോലെ ഒന്ന് കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ചേർക്കരുത്. മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂണൊന്നും വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയായി വരില്ല. അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്യണം. ഇനി റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് വറുത്തെടുക്കാം. ചിക്കൻ വറുക്കാനായിട്ട് ഇൻഡാലിയത്തിൻ്റെ ഒരു ചീനച്ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്നിച്ച് അത് സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്നിച്ചിട്ട് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ അതെല്ലാം പരസ്പരം ഒട്ടിപ്പിടിക്കും. ഓരോന്ന് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ആദ്യം തന്നെ ഒത്തിരി ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതിലങ്ങനെ ഓയിൽ പിടിക്കൊന്നുമില്ല. കുറച്ച് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇടയ്ക്കെല്ലാം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒത്തിരി അങ്ങോട്ട് ഹാർഡാക്കി കളയരുത്. നല്ല പോലെ ഒന്ന് സോഫ്റ്റായ രീതിയിൽ തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ഇത് റെഡിയായി വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിനാണ് ഞാൻ കോരിയെടുക്കുന്നത്. ഇതൊന്ന് ഒരു പീസ് ഇതിൽ നിന്ന് എടുത്തിങ്ങോട്ട് ഒന്ന് മുറിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഉള്ളിലെല്ലാം വേവെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിന് എടുത്താൽ മതി. ഒത്തിരി അങ്ങോട്ട് ഹാർഡാക്കി കളയരുത്. അങ്ങനെയാണെങ്കിൽ ഇത് ഡ്രാഗൺ ചിക്കൻ റെഡിയാക്കി വരുമ്പോഴത്തെ ചിക്കൻ ഒത്തിരി അങ്ങോട്ട് കല്ലിച്ച് പോവും. അടുത്തത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കോരി എടുത്തിട്ടുണ്ട്. 2 തരം ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ വലിയ ഉള്ളിയുടെ പകുതിയും എടുത്തിട്ടുണ്ട്. അതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ചിക്കൻ വറുത്തത്. ഇനി ഇതെല്ലാം റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇഞ്ചി ഇട്ട് കൊടുക്കരുത്. വെളുത്തുള്ളി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. വലിയ ഉള്ളി ഒത്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതും പകുതി ഇട്ട് കൊടുത്താൽ മതി. ഇനി ക്യാപ്സിക്കം എല്ലാം ഇട്ട് കൊടുക്കാം. ഇത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരെണ്ണമെങ്കിലും എന്തായാലും നിങ്ങൾ ഇട്ട് കൊടുക്കണം. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്നു വന്നാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തത്. അതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ക്യാപ്സിക്കം ഒന്നും ഒത്തിരി അങ്ങോട്ട് വേവേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പെല്ലാം ഇട്ട് കൊടുക്കണം. സോയാ സോസ് ഒഴിക്കുമ്പോൾ അതിൽ ഉപ്പുണ്ടെങ്കിൽ ഒത്തിരി അങ്ങോട്ട് ഉപ്പായി പോവും. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ റെഡിയായി വന്നതിനെ ഇനി പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയാണിത്. ഹോട്ടലിൽ നിന്നല്ല, നമ്മൾ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. ചിക്കനെല്ലാം വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലോട് കൂടി ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഈ ചിക്കൻ്റെ വെറും ഇറച്ചിയുടെ ഭാഗം മാത്രം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എല്ലോട് കൂടി തന്നെ ചിക്കനെ കട്ട് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനും ടേസ്റ്റിനും കുറവൊന്നുമില്ല. ഒരിക്കൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മല്ലിയിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.